അത് റീഓർഗനൈസേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 ഡിസ്ട്രിക്റ്റുകളായിരുന്നു ലേഹ്, ലഡാക്ക് എന്ന് പറയുന്ന 2 ഡിസ്ട്രിക്റ്റുകളുണ്ട്, കാർഗിലുമുണ്ട്. അപ്പൊ കാർഗിലും കൂടി ചേർന്നുള്ള അതാണ് ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റീഓർഗനൈസേഷൻ ഇത് 3ആക്കി കാശ്മീർ, ജമ്മു, ലേഹ്, ലഡാക്ക് ആയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് സ്റ്റേറ്റ്ഹുഡ് അല്ലെങ്കിൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. യൂണിയൻ ടെറിട്ടറി ആയിട്ട് വളരെ കാലം എത്ര നാളിങ്ങനെ ആ ഡെവലപ്മെന്റൽ പർപ്പസിലൊക്കെ അതിലോട്ട് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല, ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നേപ്പാളിലൊക്കെ നടന്നിട്ടുള്ള ഒരു സംഭവം മാതിരിയും അതുപോലെ തന്നെ അവിടുത്തെ ഒരു റിഫോമിസ്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു സോനം വാങ്ചുക്. അപ്പം ഈ സോനം വാങ്ചുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചിലവർക്കൊരു സംശയമുണ്ട്. ഒരു ഏറ്റവും കാർഗിൽ യുദ്ധത്തിൽ മഹാവീർ ചക്ര കിട്ടിയ ഒരു വലിയ സൈനികനാണ് സോനം വാങ്ചുക്. ശരിക്കും ആ ആളല്ല ഈ സോനം വാങ്ചുക് എന്ന് പറയുന്നത്. അതൊരു ആൾക്കാർക്ക് ഒരു പേരും ഒരു ഏരിയയും ആയതുകൊണ്ടൊരു പ്രശ്നം, ഐഡന്റിറ്റി പ്രശ്നമുണ്ട്. അത് ആദ്യം തന്നെ ക്ലിയർ ചെയ്തിട്ട് ആളല്ല ഈ സോനം വാങ്ചുക് എന്ന് പറയുന്നത്, ഒരു റിഫോമിസ്റ്റ് ആണ്. നേരെ മറിച്ച് ഇവരുടെ ബേസിക്കലി ഉള്ള ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലെ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. എന്താണ് ഈ 6th ഷെഡ്യൂൾ? അതായത് 6th ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയിൽ പറഞ്ഞിട്ട് പ്രധാനമായിട്ടുമുള്ള ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഇവിടങ്ങളിലുള്ള ട്രൈബൽസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുവാൻ, അവർക്കൊരു സെൽഫ് ഗവേണൻസ് കൊടുക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുകയും കൂടുതൽ പവർ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ 6th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്മെന്റ് കൗൺസിൽ അവിടെ നിലനിൽക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാം ഇതിനകത്തുണ്ട്, പക്ഷെ ആസാമിലെ എല്ലാ പാർട്ടും ഇതിനകത്തില്ല. നോർത്ത് കച്ചാറും കർബി അല്ലെ ആംഗലോങ്ങും അല്ലെങ്കിൽ ബോഡോലാൻഡും ഈ 3 ഡിസ്ട്രിക്റ്റുകളാണ് ബേസിക്കലി ഈ ഷെഡ്യൂളിൽ പെടുന്നത്. അതുപോലെ മേഘാലയയിലെയും എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും 3 ഡിസ്ട്രിക്റ്റുകൾ മാത്രമാണുള്ളത്. ത്രിപുരയിലെ ട്രൈബൽ ഡിസ്ട്രിക്ട് മാത്രമാണുള്ളത്. അങ്ങനെ മിസോറാമിലും ഒരു 3 ലായും അതുപോലെ തന്നെ ചലാനായും ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, അതിന്റെ ബേസിക് ആയിട്ടുള്ള അന്തസത്ത എന്താണ് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൈബൽസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറാണ്. ആ കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ ടൂറിസത്തിനൊന്നും കൂടുതൽ ഡെവലപ്മെന്റ്, കൂടുതൽ പ്രാധാന്യം അവർ ഒരിക്കലും കൊടുക്കുന്നില്ല. കാരണം അവരുടെ കൾച്ചറിന്റെ ഡെവല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ശോഷണം വരും എന്നുള്ള അവർ ഭയപ്പെടുന്നു. അതുപോലെ പോപ്പുലേഷൻ കൂടുതൽ ഇൻക്രീസ് ആവുന്നതിനെ അവർ ഭയപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവരുടെ ട്രൈബൽസിന്റെ അവരുടെ റൈറ്റ്സ് അതേ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ത്വരയാണ് അവരുടെ ഈ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിന്റെ കാരണം. അതിന് അവരുടെ ഡിമാൻഡ് ജെനുവിനാണെന്ന് പറയാൻ കാര്യം ഏതാണ്ട് 97% നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ലഡാക്കിലെ ആൾക്കാർ ട്രൈബൽസ് തന്നെയാണുള്ളത്. അപ്പം ട്രൈബൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ബ്ലോക്കായിട്ടാണ് ബേസിക്കലി നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ. അതായത് ബുദ്ധിസ്റ്റ് ആണ് സെൻട്രൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ലഡാക്ക് ഡിസ്ട്രിക്റ്റിലെ മെജോറിറ്റി എന്ന് പറയുന്നത്. നേരെ മറിച്ച് കാർഗിൽ ഡിസ്ട്രിക്റ്റില് ഷിയ മുസ്ലിംസ് അല്ലെങ്കിൽ സുന്നി മുസ്ലിംസ് ഉണ്ട്. മുസ്ലിംസ് ആണ്, മുസ്ലിം പോപ്പുലേഷൻ ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. എന്റെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 46% ഇസ്ലാം മതവിശ്വാസികളും ഏതാണ്ട് ഒരു 40% ബുദ്ധിസ്റ്റുകളും ഒരു 12% ഹിന്ദുക്കളും പിന്നെ ഒരു പഞ്ചാബികളും എല്ലാം കൂടെ ചേർന്ന ഒരു 1% കൂടെ ചേർന്നുള്ള ഒരു എൻ്റയർ പോപ്പുലേഷൻ ഗ്രൂപ്പാണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി അവരുടെ ഉദ്ദേശം. അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്, ലിവിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ലിറ്റിൽ ടിബറ്റ് എന്ന് തന്നെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ടിബറ്റുമായിട്ട് കൂടുതൽ സാമ്യമുള്ളതും അതിനോട് അടുത്ത് കിടക്കുന്നതും ആ സംസ്കാരം കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ലിറ്റിൽ ടിബറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് നമ്മൾ വളരെയധികം സെക്യൂരിറ്റി കൺസേണിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ടിബറ്റ് എന്ന് പറയുന്നത്. കാരണം അക്ഷയ് ചാൻ, അതായത് ചൈന ഇന്ത്യയിൽ നിന്ന് കൈവശപ്പെടുത്തിയിട്ടുള്ള അക്ഷയ് ചാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ടിബറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ലേഹ് ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പം മെജോറിറ്റി ടിബറ്റ് ചൈനയുടെ കയ്യിലായപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഭയപ്പെടുന്നു. അതുപോലെ തന്നെ ചൈന അവരുടെ ക്ലെയിം ഇപ്പോഴും ലേഹ് ലഡാക്കിന്റെ മേലിൽ വെച്ചിട്ടുമുണ്ട്, അരുണാചലിൽ വെച്ചിരിക്കുന്നത് പോലെ തന്നെ. അപ്പം നേപ്പാളിൽ ഉണ്ടായ ഈ ഒരു ഇനിഷ്യേറ്റീവ്
ഈ ചെറുപ്പക്കാര് കൂടിയാൽ എന്ത് നടക്കും എന്നുള്ള ഒരു രീതിയിൽ, അവരുടെ ഒരു മുന്നേറ്റം എന്നുള്ള രീതിയിൽ ഈ വാങ്ചുക്ക് അവർക്കൊരു പ്രചോദനം കൊടുത്തുകൊണ്ട് ഒരു ഹങ്ങർ സ്ട്രൈക്കിന് പോയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള കാരണം. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ മുന്നിൽ ഇപ്പോൾ എന്ത് എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒരു ഓട്ടോണമസ്, ഇതുപോലെ തന്നെയായിരുന്നു നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ആസാമിലുണ്ടായ ബോഡോലാൻഡിന് വേണ്ടിയുള്ള അജിറ്റേഷൻ. ഒടുവിൽ ഗവൺമെന്റ് വഴങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു വാഗ്ദാനം കൊടുത്ത് ഇത് ഏതെങ്കിലും രീതിയിൽ ഇതിനെ മയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഗവൺമെന്റിന്റെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ. വേറെ ഒന്നുമില്ല. അടിച്ചമർത്തുക എന്നുള്ള ഒരു സംഭവം ലഡാക്കിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രായോഗികമാണ്. അപ്രായോഗികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, സെക്യൂരിറ്റി കൺസേൺ ലഡാക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ അവിടെയുള്ള ആൾക്കാരെ ഹോസ്റ്റൈലാക്കിക്കൊണ്ട് നമുക്കൊരു കാര്യം മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഒരു ശരിക്കുമുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡിനെ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമ്മൾ അതിനെ കുറിച്ചിട്ട് കാണുന്നില്ല. കാരണം ഇപ്പം അവിടുത്തെ ഗവർണർ എന്ന് പറയുന്നത് ജമ്മുവിലെ ഒരു BJP ലീഡർ ആയിരുന്നു, അല്ലെങ്കിൽ സാമാജികനായിരുന്നു, സ്പീക്കറായിരുന്നു. ജമ്മുവിലെ ആദ്യത്തെ ഗാന്ധിനഗറിൽ വിജയിച്ച ആളാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കവീന്ദർ ഗുപ്ത എന്ന് പറയുന്ന ആള് മോശം ആളൊന്നുമല്ല. അപ്പം ഇതിനു മുമ്പുണ്ടായിരുന്നത് ഒരു ബ്രിഗേഡിയർ AD മിശ്രയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെഫ്റ്റനന്റ് ഗവർണർ വന്ന മഥൂറായിരുന്നു. അപ്പോഴൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനൊരു നേപ്പാളിൽ ഉണ്ടായി അല്ലെ, ആൾക്കാർക്ക് ഒരു പ്രത്യേക എന്താ പറയുന്നത്, അവർ വെയിറ്റ് ചെയ്ത് വീണ്ടും എന്ത് എന്നുള്ള രീതിയിൽ അവരുടെ ഐഡന്റിറ്റി ക്രൈസിസിന് പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു ഇഷ്യൂ അവർക്ക് മനസ്സിൽ തോന്നിയത് കൊണ്ടും, അതുപോലെ തന്നെ ഡെവലപ്മെന്റിൽ ഫ്രീ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ അലോക്കേഷൻ നടക്കുന്നില്ല എന്നുള്ള ഒരു അലിഗേഷനും കൂടെ ഉണ്ട് അവർക്ക്. കാര്യം മാക്സിമം അലോക്കേഷൻസ് പോകുന്ന ജമ്മു റീജിയനിലോട്ടാണെന്നും ലഡാക്ക് റീജിയനിലോട്ട് ഫിനാൻഷ്യൽ അലോക്കേഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ് പ്ലാനുകളെല്ലാം എത്തുന്നില്ല എന്നും അങ്ങനെയുള്ള ഒരു ആരോപണം കൂടെ നിലനിൽക്കുകയും അത് യാഥാർത്ഥ്യമാകാം അല്ലാതിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി അവർക്കൊരു സെപ്പറേറ്റ്, ദേ ആർ നോട്ട് ഈവൻ ഡിമാൻഡിങ് ദ സ്റ്റേറ്റ്ഹുഡ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ 6th ഷെഡ്യൂളിൽ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ 6th ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഐഡന്റിറ്റിയെ, കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു റൂൾ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അത് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്ഹുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഉൾപ്പെടുത്തണം എന്ന് നിർബന്ധമില്ല. നേരെ മറിച്ച് ഇത് മാത്രം കൊടുത്തുകൊണ്ട് ഉൾപ്പെടുത്താതിരിക്കാനും പറ്റും. പക്ഷെ ഒരു സ്റ്റേറ്റ് അല്ലാതെ ഒരു യൂണിയൻ ടെറിട്ടറിക്കകത്ത് നിന്നുകൊണ്ട് ട്രൈബൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ ഇതുവരെ നിലവിലില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാര്യം ഒരു സ്റ്റേറ്റിനകത്ത് ഉള്ളതിന് ശേഷമാണ്, ആദ്യം സ്റ്റേറ്റ് ക്രിയേഷനും ശേഷമാണ് പർട്ടിക്കുലർ ഏരിയയെ ഈ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം യൂണിയൻ ടെറിട്ടറിക്കകത്തുള്ളതിനെ ഉൾപ്പെടുത്താൻ പറ്റാതികയില്ല. പക്ഷെ അതനുസരിച്ചിട്ട് നിയമ ഭേദഗതി വരുത്തും, അല്ലെങ്കിൽ വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ എന്തു തന്നെ വന്നിരുന്നാലും ലഡാക്കിനുള്ളവർക്ക് തീർച്ചയായിട്ടും ഡെവലപ്മെന്റ് വേണം. ആ ഡെവലപ്മെന്റ് എന്നുള്ള മുദ്ദ എടുത്താണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിന് കൂടുതൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഒരു കാരണവശാലും. അപ്പൊ ഏർലിയർ ദ ബെറ്റർ. ഗവൺമെന്റ് ഹാസ് ടു ഡു സം പ്രോബ്ലം സോൾവിങ്, എന്തെങ്കിലും ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ട് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യത്തിൽ കാണേണ്ടിയിരുന്നത്. ഇത് വളരെയധികം എറക്ട് ചെയ്ത് ആ ഒരു ഏരിയയിൽ ലിമിറ്റ് ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ള യൂണിയൻ ടെറിട്ടറിയിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വീണ്ടും ഭാവിയിൽ ഇതൊരു മോഡലാക്കിക്കൊണ്ട് മറ്റുള്ളവരും അതിനെ അനുകരിച്ചുകൂടായികയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇവരുടെ ഡിമാൻഡ് ജെന്യുവിൻ ആണ് എന്നുള്ളതാണ് ജനറലി ഒരു സർവേയിൽ അല്ലെങ്കിൽ പൊതുവെ ഉള്ള ഒരു അഭിപ്രായം എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.